പിഴച്ച അതിഭൗതികവാദങ്ങളെ കടലുകടന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. റഷീദുലയുടെ അൽമനാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെറ്റായ ചിന്താധാര കേരളക്കരയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് കെ എം മൗലവിയെ പോലെ ഒരുപാട് മൗലവിമാർ അത് ഏറ്റെടുക്കുകയും ഐക്യസംഘം എന്ന പേരിൽ, നിഷ്പക്ഷ സംഘം എന്ന പേരിലൊക്കെ വ്യത്യസ്ത പേരുകളിലൂടെ അവരിവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഈ പ്രവർത്തനത്തിന്റെ പ്രാരംഭവാദം? എന്തായിരുന്നു? ഇവിടെയുള്ള തൗഹീദ് വ്യാജമാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ച് ആചരിച്ചു പോരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ശരിയല്ല, അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന ആശയമാണ് പറഞ്ഞു വന്നത്. എന്നിട്ടോ ആ തൗഹീദിന്റെ നിർവചനത്തെ അവരുണ്ടാക്കിയതാണ്. ലോകത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ അരവരി കൊണ്ട് പറയാൻ കഴിയാത്ത, ലോകത്ത് മഹാന്മാരായ 1,24,000 വരുന്ന നബിമാരുടെ ഒരു വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരും കൈമാറ്റം ചെയ്യപ്പെട്ട് 14 നൂറ്റാണ്ട് ദിഗന്ധങ്ങളെ ഭേദിച്ചു കടന്നു വന്നപ്പോ ഒരു ഇമാമും ഇന്ന് വരെ പറയാത്ത ആശയങ്ങളെ പറഞ്ഞുകൊണ്ട് തൗഹീദിന് പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കി. ആ നിർവചനത്തെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയാണ്. ഈ വേദിയിൽ ഇവിടെ പ്രഭാഷണം നടത്തി കടന്നുപോയ വഹാബി പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ലോകത്ത് ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്, ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കത്തുൽ മുക്കറമയെ, പരിശുദ്ധമായ മദീനത്തുൽ മുനവറയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒഴുകി പരന്നു കടന്നു വരുമ്പോ ഇദ്ദേഹം ആ ലക്ഷക്കണക്കിന് ഹാജിമാരെ ചൂണ്ടിയിട്ട് അന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഹജ്ജിന് പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന്. എന്താ കാരണം? അവർ ഇസ്തിഗാസ നടത്തുന്നവരാണ്, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ റുജുവായ പാതയെ പിൻപറ്റുന്നവരാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്തടിസ്ഥാനത്തിലാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്നത്? അത് ഇവരുണ്ടാക്കിയ നിർവചനമാണ്. അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഭൗതികമായി, മനുഷ്യ കഴിവിനതീതമായി, പിന്നീട് സൃഷ്ടി കഴിവ് എന്നൊക്കെ ഇവർ തന്നെ വ്യാഖ്യാനിച്ചു വികലമാക്കി. അതിനതീതമായി ഒരു സൃഷ്ടിയോട് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്, ഇബാദത്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞ് വികലമായ തൗഹീദിന്റെ നിർവചനം, വികലമായ ഇബാദത്തിന്റെ നിർവചനം 14 നൂറ്റാണ്ടുകാലം ഉമ്മത്തിന് പരിചയമില്ലാത്തത് ഈജിപ്ഷ്യൻ മോഡേണിസത്തിന്റെ വക്താവായ, ജൂദായിസത്തിന്റെ ചാരനായ റഷീദുലിയ മാത്രം പഠിപ്പിച്ച ആശയത്തെ കടലുകടന്നു കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് അതിന്റെ പേരിൽ ലോകത്തുള്ള വിശ്വാസി സമൂഹം മുഴുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വിധിയെഴുന്ന വൃത്തികെട്ട സംസ്കാരമാണ് അവരിവിടെ കാണിച്ചത്. ഇത് അവർ തന്നെ പിന്നീട് എഴുതി വെക്കുന്നുണ്ട്. അഥവാ ജിന്ന് വിവാദത്തിന്റെ പേരിൽ അവർ പരസ്പരം തമ്മിലടിച്ച് തെരുവുകളെ മലീമസമാക്കുമ്പോ അവർ തന്നെ ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന പുസ്തകത്തിൽ അവർ തന്നെ എഴുതി വെക്കുന്നുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയെ നിർവചിച്ചത് വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതെല്ലാം. ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അനന്യാൽ ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് പുട്ടിൽ തേങ്ങയിട്ടതുപോലെ ചോദിക്കുന്ന വഹാബി മൗലവിമാരോട് ആർജവത്തോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ നിർവചനത്തിന് അരവരി കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇല്ലെന്നു നിങ്ങൾ തന്നെ സമ്മതിച്ചെഴുതിയിട്ടുണ്ട്. ജിന്ന് വിവാദം വസ്തുത എന്ത് എന്ന നിങ്ങളുടെ പുസ്തകത്തിൽ 32ാമത്തെ പേജിൽ എഴുതുകയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയെ നിർവചിച്ചത് വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. പിന്നെ നിങ്ങൾക്ക് ഇതെവിടെ നിന്ന് കിട്ടി? ഈ സമൂഹത്തിന് മുമ്പിൽ ഇത് പറയണ്ടേ നിങ്ങൾ? പിന്നെ നിങ്ങൾക്ക് ഇതെവിടെ നിന്ന് കിട്ടി? എല്ലാത്തിനും ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിക്കുന്നവരല്ലേ ഈ സമൂഹത്തിന്റെ മുമ്പിൽ? നിങ്ങൾ ആയത്തോതു, നിങ്ങൾക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? എന്നിട്ട് അവര് പറയാണ്, ഇത് വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല, നാം ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രമാണ്. ഇത് വെച്ചിട്ടാ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ, പാരമ്പര്യമായി പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ കടന്നു വരുന്ന വിശ്വാസികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയാനുള്ള കാരണം എന്താ? അവർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് അവർ സഹായതേട്ടം നടത്തി. ഇതാര് പഠിപ്പിച്ച തൗഹീദാണ്? ലോകത്ത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല.
ഇത് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ തന്നെ പരസ്പരം തമ്മിലടിച്ചു തെറ്റിപ്പിരിഞ്ഞപ്പോ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയണം. വിശുദ്ധ ഖുർആൻ കൊണ്ട്, പരിശുദ്ധ ഹദീസ് കൊണ്ട്, പ്രാമാണികരായ ഇമാമുമാരുടെ കിതാബുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഇന്ന കിതാബിൽ പറയുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടം അത് തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡമാണ്. അങ്ങനെ ഒരാൾ സഹായം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ നട്ടലുണ്ടോ എന്ന് ആർജവത്തോടുകൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഇനി